ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് ചക്കക്കൂര കൊണ്ട് ഒരു ബാർബിക്യൂ ചെയ്ത് നോക്കുകയാണ്. സാധാരണ നമ്മൾ ചക്കക്കൂര് ജസ്റ്റ് ഒന്ന് അടുപ്പിലേക്ക് ഇട്ടിട്ട് ചുടാറാണുള്ളത്. സോ നമ്മളിന്ന് ചക്കക്കൂരുവിൻ്റെ തൊലി കളഞ്ഞിട്ട് മസാലയൊക്കെ തേച്ചിട്ട് ഒരു ബാർബിക്യൂ പോലെ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടത് കുറച്ച് സൈസുള്ള കുറച്ച് ചക്കക്കൂരാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ചക്കക്കൂര്, കുറച്ച് വലിയ ചക്കക്കൂര് നോക്കി തന്നെ എടുക്കുക. എന്നിട്ട് നമ്മളൊരു കുക്കറിലേക്ക് ഇട്ടിട്ട് അത് മൂടുന്ന വരെ വെള്ളം ഒഴിക്കുക. കുറച്ച് ഉപ്പിട്ടതിന് ശേഷം അടുപ്പിൽ വെക്കുക. എന്നിട്ട് നമ്മളൊരു 3 വിസിലടിക്കുന്ന വരെ വെയിറ്റ് ചെയ്യുക. 3 വിസിലടിച്ച് കഴിഞ്ഞാൽ ഏകദേശം ചക്കക്കൂരായിട്ടുണ്ടാവും. നമ്മൾ തൊലി പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിൽ കുക്കറിലിട്ടൊന്നും ജസ്റ്റ് വേവിച്ചെടുക്കുന്നത്. അതിൻ്റെ തോല് പൊളിച്ചെടുത്താലേ നമുക്ക് മസാല ശരിക്കും തേക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു 3 വിസിലടിച്ച് കഴിഞ്ഞാൽ അതിന് ഏകദേശം ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് കുക്കർ അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കതിൻ്റെ തോല് പൊളിച്ചെടുക്കണം. തോല് പൊളിച്ചെടുക്കലൊരു ടാസ്ക്കാണ്. എന്നാലും സാവധാനം ചക്കക്കൂരുവിന് വലിയ പരിക്കൊന്നും പറ്റാത്ത രൂപത്തിൽ അതിൻ്റെ തോല് പൊളിച്ചെടുക്കാം. അപ്പോൾ തോല് പൊളി അവിടെ നടക്കട്ടെ. അത് തോല് പൊളിച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് അതിൽ തേക്കാനുള്ള മസാല ഒന്ന് സെറ്റാക്കാം. അപ്പോൾ നമ്മൾ മസാല ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ളത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, കുരുമുളക് പൊടി, ചിക്കൻ മസാല, ഗരം മസാല, ഇത്രയും സാധനങ്ങളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ആവശ്യത്തിന് ഇത്ര വേണ്ട വെച്ചാൽ എടുത്തിട്ട് ഒരു നാരങ്ങ പിഴിഞ്ഞിട്ട് നല്ലപോലെ മിക്സ് ആക്കി എടുക്കുക. സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ വെള്ളം കുറച്ച് ചേർക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ആക്കി വെക്കുക. അപ്പോൾ നമ്മൾ കുറച്ച് കോൺഫ്ലവർ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ ചേർത്താൽ മതി. ഇനി നമ്മളവിടെ തോല് പൊടിച്ച് വെച്ചിട്ടുള്ള ചക്കക്കൂരു ഇതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ മസാല ഒന്ന് തേച്ച് വെക്കുക. മസാല തേക്കുന്നതിന് മുന്നായിട്ട് ചക്കക്കൂരുവിൽ ചെറുതായിട്ട് വരിയാൻ കൈയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വരിഞ്ഞ് വെക്കുക. അങ്ങനെയാണെങ്കിൽ മസാല നല്ലപോലെ പിടിക്കുന്നതാണ്. നമ്മൾ വരിയാതെയാണ് ചെയ്തത്. അപ്പോൾ അത്രയ്ക്ക് കണ്ട് മസാല ഉള്ളിലേക്ക് പിടിച്ചിട്ടില്ലായിരുന്നു. സോ മസാല നല്ലപോലെ മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം വെക്കുക. ആ സമയം നമുക്ക് ഇത് ചൂടാനുള്ള കനൽ റെഡിയാക്കി എടുക്കാം. സോ മിനിമം ഒരു അരമണിക്കൂറെങ്കിലും വെച്ചതിന് ശേഷം നമുക്ക് ചക്കക്കൂരു ഇതുപോലെ കമ്പിയിൽ കോർത്തെടുക്കാം. സോ നമുക്ക് ഗ്രില്ലിൽ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് കമ്പിയിൽ കോർത്തിട്ടാണ് ചെയ്യുന്നത്. കമ്പിയിൽ കോർത്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അത് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് കോർത്ത് വെക്കുക. അപ്പോൾ നമ്മളിവിടെ ഒരു 4 കമ്പിയിൽ കോർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കനൽ അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കനലിൻ്റെ പുറത്തേക്ക് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇത് കുറച്ച് സമയം വെച്ചാൽ തന്നെ സംഭവം റെഡി ആയി വരും. കാരണം നമ്മൾ കുക്കറിലിട്ടപ്പോൾ തന്നെ ഏകദേശം വെന്തിട്ടുണ്ടാവും. ഇനി നമുക്ക് ജസ്റ്റ് ആ മസാല ഒന്ന് മുരിഞ്ഞ് വന്നാൽ മതി. അത് നമ്മൾ ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാൻ സാധിക്കും. മസാല മുരിഞ്ഞ് വരുന്നത് നോക്കിയിട്ട് അതിനനുസരിച്ച് എടുത്തു കഴിഞ്ഞാൽ സംഭവം സെറ്റാണ്. അപ്പോൾ നമ്മുടെ ചക്കക്കൂരു ബാർബിക്യൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്പൂൺ ഉപയോഗിച്ച് നമുക്ക് ഇനി വേറെ പാത്രത്തിലേക്ക് മാറ്റാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ചക്കക്കൂരു ബാർബിക്യൂ അത്ര വലിയൊരു ടേസ്റ്റ് ഒന്നും പറയാൻ പറ്റില്ല. എന്നാലും വലിയ കുഴപ്പമില്ല. നമ്മൾ ജസ്റ്റ് വെറൈറ്റി ആയിട്ടൊന്ന് ചെയ്ത് നോക്കിയതാണ്. എന്നാലും വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മൾ വരിയാതെയാണ് ചെയ്തത്. അതുകൊണ്ട് ഉള്ളിലേക്ക് മസാല അധികം പിടിച്ചിട്ടില്ല. നമ്മൾ നേരത്തെ പറഞ്ഞു. സോ വരിഞ്ഞിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. നല്ല മസാലയൊക്കെ ഉള്ളിലേക്ക് പിടിക്കും. നമ്മൾ ചമ്മന്തിൻ്റെ കൂടെയൊക്കെ മിക്സ് ചെയ്തിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.